നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫുട്ബോളിലെ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേയേഴ്സിനെ വെച്ച് എക്കാലത്തെയും മികച്ചൊരു 11 ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും? അത് പലർക്കും പലതായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ലാമിൻ യമാൽ അദ്ദേഹത്തിൻ്റെ ഓൾ ടൈം 11 പറഞ്ഞപ്പോൾ അത് ശ്രദ്ധേയമായ കാര്യം 6 പേര് മുൻ റയൽ മാഡ്രിഡ് താരങ്ങളാണ്. എന്നാൽ നമുക്ക് നോക്കാം ആരൊക്കെയാണുള്ളത് എന്ന്. ഗോൾ കീപ്പറായിട്ട് അദ്ദേഹം പറയുന്നത് കാസിയസിനെയാണ്. സ്പാനിഷ് ഇതിഹാസം, റയലിൻ്റെ താരമായിരുന്ന കാസിയസ്. ഡിഫൻസിൽ റയലിൻ്റെ ഇതിഹാസ താരം, ബ്രസീലിയൻ താരം മാർസലോ. റയലിൻ്റെ റാമോസ്, ബാഴ്സയുടെ PK, ബാഴ്സയുടെ താരമായിരുന്ന ഡാനി ആൽവസ്. അപ്പോൾ 2 റയലും 2 ബാഴ്സയും. മധ്യനിരയിലേക്ക് വരുമ്പോൾ സിനദിൻ സിദാൻ, ഒപ്പം ഇരു പാർശ്വങ്ങളിലായിട്ട് മുന്നേറ്റങ്ങളെ സഹായിക്കാൻ വേണ്ടി നെയ്മർ ജൂനിയറും ലിയോ മെസ്സിയും. അവർക്ക് സ്ട്രൈക്കർ അല്ലെങ്കിൽ വിങ്ങർ എന്ന റോളിനോടൊപ്പം തന്നെ കളി മെനയാൻ കെൽപ്പുള്ള മികവ് കൂടിയുണ്ട് നമുക്കറിയാം. അതുകൊണ്ടാണ് ആ ഒരു പൊസിഷൻ അദ്ദേഹം കൊടുത്തിട്ടുണ്ടാവുക. മുന്നേറ്റത്തിലെ ഇരു പാർശ്വങ്ങളിലായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ, അപ്പോൾ റൊണാൾഡിനോ ഉണ്ട്. പിന്നെ ഗോളടിക്കാൻ കുന്തമുനയായിട്ട് റൊണാൾഡോ നെസാരിയോ. അപ്പോൾ ഇതിൽ റയൽ താരങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ, റൊണാൾഡോ നെസാരിയോ, സിനദിൻ സിദാൻ, റാമോസ്, മാർസലോ, കാസിയസ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നിരവധി താരങ്ങളെ കാണാൻ പറ്റും. 6 താരങ്ങൾ അവിടെയുണ്ട്. CR7ഉം റൊണാൾഡോ നസാരിയോയും മുന്നേറ്റത്തിലുണ്ടാകുമ്പോൾ സിദാൻ മധ്യനിരയിൽ, മാർസലോയും റാമോസും ഡിഫൻസിൽ, പിന്നെ ഗോൾ കീപ്പറായിട്ട് കാസിയസും. പിന്നെ വേണമെങ്കിൽ പറയാം റൊണാൾഡോ നസാരിയോ ഒരു സീസൺ ബാഴ്സയിൽ കളിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തെ ബാഴ്സയിൽ കൂടി ചേർത്ത് പറയാമെന്ന് മാത്രം. ബാക്കി 5 താരങ്ങൾ ബാഴ്സയുടെ താരങ്ങളാണ്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.